ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ്. വളരെ നാളുകൾക്ക് മുമ്പ് വെറുതെ IMDb റേറ്റിംഗിൽ കയറി അനിമെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വൺ പീസ്, അറ്റാക്ക് ഓൺ ടൈറ്റൻ, നറൂട്ടോ തുടങ്ങി നിരവധി അനിമെ സീരീസിനെ പിന്തള്ളി ടോപ്പ് 5-ൽ ഇടം പിടിച്ചിരുന്ന ഒരു സീരീസാണ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ്. വെറും 64 എപ്പിസോഡുകൾ മാത്രമുള്ള സീരീസ് കാണാൻ പിന്നെയും വളരെ നാളുകൾ എടുത്തു. എന്നാൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ റേഞ്ചും എന്തുകൊണ്ടാണ് ഇത് മറ്റ് ജനപ്രിയ അനിമേസിനെ പിന്തള്ളി ഈ അനിമെ ടോപ്പ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്ന്. ഹിരോമോ അരാക്കാവ എന്ന മാംഗ ആർട്ടിസ്റ്റ് രചിച്ച ഷോണൻ ജേണലിൽ വരുന്ന ഒരു അനിമെയാണ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ്. ഓഗസ്റ്റ് 2001 മുതൽ ജൂലൈ 2010 വരെയാണ് ഇതിൻ്റെ മാംഗ പബ്ലിഷ് ചെയ്തത്. അനിമെയാണെങ്കിൽ ഫെബ്രുവരി 2003 മുതൽ ഏപ്രിൽ 2010 വരെ എയർ ചെയ്തു. എന്നാൽ ബെറ്റർ അനിമേഷനും കുറച്ചുകൂടെ മാംഗ അഡാപ്റ്റഡ് സ്റ്റോറി ലൈനും ഫൈറ്റ് സീക്വൻസും എല്ലാം ഉൾപ്പെടുത്തി ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് എന്ന പേരിൽ ഇത് റിലീസ് ചെയ്യുകയായിരുന്നു. അത് 2009 ഏപ്രിൽ മുതൽ 2010 ജൂലൈ വരെയായിരുന്നു റിലീസിംഗ് നടന്നത്. വെറും 64 എപ്പിസോഡ്സ് മാത്രമുള്ള ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് എഡ്വേർഡ് എൽറിക്, അൽഫോൺസ് എൽറിക് എന്നീ സഹോദരന്മാരിലൂടെയാണ് കടന്നുപോകുന്നത്. മരിച്ചുപോയ തങ്ങളുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആൽക്കമയിൽ ബാൻ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡായ ഹ്യൂമൻ ട്രാൻസ്മ്യൂട്ടേഷൻ ചെയ്യുകയും തൽഫലം എഡ്വേർഡിന്റെ ഒരു കൈയും കാലും നഷ്ടമാവുകയും ചെയ്യുന്നു. കൂടാതെ ഫുൾ ബോഡി നഷ്ടപ്പെട്ട തന്റെ സഹോദരനായ അൽഫോൺസിനെ ഒരു ഇരുമ്പ് ആർമറിൽ ആവാഹിച്ചു വയ്ക്കുകയും ചെയ്യുന്നു എഡ്വേർഡ്. തുടർന്ന് തങ്ങളുടെ ശരീരങ്ങൾ വീണ്ടെടുക്കാനായി ഫിലോസഫർ സ്റ്റോൺ എന്ന മിത്തിക്കൽ പവർ തേടിയുള്ള ഇരുവരുടെയും യാത്രയും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സീരീസിൽ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഒരു ടോപ്പ് നോച്ച് അനിമെ ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി ലൈൻ, വേൾഡ് ബിൽഡിംഗ്, പ്ലോട്ട് ട്വിസ്റ്റ്, ക്യാരക്ടേഴ്സ് ഡെപ്ത് ഒക്കെ അന്യായമാണ്. വെറും 64 എപ്പിസോഡ്സ് മാത്രമേ ഉള്ളൂവെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവും കഥാകൃത്ത് വരുത്തിയിട്ടില്ല. പിന്നെ പറയാനുള്ളത് കുറച്ച് കമ്പാരിസൺസ് ആൻഡ് സിമിലാരിറ്റീസ് ആണ്. ഇതിൻ്റെ പ്ലോട്ട് ട്വിസ്റ്റ് എല്ലാം നമുക്ക് അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ അത്രയും ഞെട്ടിക്കുന്നതല്ലെങ്കിലും പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ ഞെട്ടലൊക്കെ ഉണ്ടാക്കി. ഒരു 5 എപ്പിസോഡ്സിൽ കാണുന്നതിൽ കൂടുതൽ നമ്മൾ ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ അത് പ്ലോട്ട് ട്വിസ്റ്റിന് കാരണമാവും. അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടവർക്ക് അറിയാമല്ലോ ഞാൻ ഇപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അതുപോലത്തെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എല്ലാം വരുന്ന ഒരു അനിമെ സീരീസാണ് നമ്മുടെ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ്. പിന്നെ ഇതിൻ്റെ എൻഡിങ് നമ്മുടെ നറൂട്ടോ ഷിപ്പുഡനിലെ വാർ ആർക്കിനോട് നല്ല സാമ്യം തോന്നി കേട്ടോ. ഇതിൻ്റെ ടൈം ലൈൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് നറൂട്ടോ ഷിപ്പുഡനിലെ വാർ ആർക്കിനേക്കാൾ നല്ല മുൻപെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോപ്പീഡാണെന്നല്ല പറയുന്നത്, പക്ഷേ നല്ല സിമിലാരിറ്റീസ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. വെറുതെ ഒറ്റ ക്യാരക്ടേഴ്സ് പോലും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും നല്ല സ്പേസും ഡെപ്തും കഥാകൃത്ത് നൽകിയിട്ടുണ്ട്. മെയിൻ ക്യാരക്ടേഴ്സായ എഡ്വേർഡ് എൽറിക്, അൽഫോൺസ് എൽറിക്, കേണൽ റോയ് മസ്റ്റാങ്, ലെഫ്റ്റനന്റ് ഹോക്കൈ, സ്കാർ, ലസ്റ്റ്, ഗ്രീഡ്, എൻവി തുടങ്ങിയവരൊക്കെ അന്യായ ഡെപ്തും ഗൂസ്ബംസും തരുന്ന ക്യാരക്ടേഴ്സാണ്. പിന്നെ എടുത്തു പറയേണ്ടത് കിങ് ബ്രാഡ്ലിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ മാതര ഉച്ചയുടെയൊക്കെ ഒരു വൈബ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. വെറും 64 എപ്പിസോഡ്സ് മാത്രമുള്ള ഒരു വിസ്മയമാണ് ഈ സീരീസ്. അധികം ആരും കാണാത്തത് കൊണ്ടാകാം IMDb പോപ്പുലാരിറ്റി ബേസിൽ നോക്കുകയാണെങ്കിൽ 15ാം സ്ഥാനത്താണ്. പക്ഷേ ബാക്കിയുള്ള IMDb റേറ്റിംഗ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ ഇത് ടോപ്പ് 5-ൽ വന്നു. എന്നാൽ ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ നറൂട്ടോ, ലൂഫി, ലൈറ്റ് യാഗമി, ഇറങ്ങിയേക തുടങ്ങിയവരുടെ കൂടെ എല്ലാം ചേർക്കാൻ പറ്റിയ ഒരുപിടി നല്ല ക്യാരക്ടേഴ്സ് ഈ സീരീസിലുണ്ട്. അധികം ആളുകളിലെത്തിയ നമ്മുടെ മാതര, ഒബീറ്റോ, ഷാങ്ക്സ് പോലെ സെലിബ്രിറ്റി ആകാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ കിങ് ബ്രാഡ്ലി. അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ സീരീസ് കണ്ടു നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു മസ്റ്റ് വാച്ച് സീരീസാണ്, ഒരു ക്ലാസിക് ഐറ്റമാണ്.